Hi friends, welcome to today's video. In the last section we have discussed voltage, current, power and energy. Today we are going to discuss circuit elements. As I have already mentioned, an electric circuit is nothing but interconnection of circuit elements. Interconnection of circuit elements എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ട് എലമെൻറ്റ്സ് ഒരു വോൾട്ടേജ് സോഴ്സ് ആകാം, കറണ്ട് സോഴ്സ് ആകാം, റെസിസ്റ്റർ, ഇൻഡക്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെ ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആകാം. ഈ മെയിൻലി സർക്യൂട്ട് എലമെൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പാസീവ് എലമെൻറ്റ്സ് ആൻഡ് ആക്റ്റീവ് എലമെൻറ്റ്സ്. There are so many other classifications, namely linear, non-linear, bilateral, unilateral, time variant, time invariant and lumped and distributed. But here we are only focusing on passive and active elements. And what do you mean by active elements? As the name indicates, active element is nothing but which can deliver energy or which acts as a source of energy. അതായത് ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ആക്റ്റീവ് എലമെൻറ്റ്സിന് ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ദ മേജർ എക്സാമ്പിൾസ് ആർ നത്തിങ് ബട്ട് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്. ബട്ട് പാസീവ് എലമെൻറ്റ്സ് എന്ന് മെയിൻ ചെയ്യുമ്പോൾ പാസീവ് എലമെൻറ്റ്സ് നോർമലി dissipates energy or it absorbs energy, and one of the example is nothing but resistor. Energy dissipates in the form of heat, whereas inductor and capacitor stores energy. Inductor stores energy in magnetic field, whereas capacitor stores energy in electrostatic field. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡക്ടറും കപ്പാസിറ്ററും വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ആർ എക്സാമ്പിൾസ് ഫോർ പാസീവ് എലമെൻറ്റ്സ്. ദേ കാൺട്ട് ഡെലിവർ എനി എനർജി. ഓക്കെ, സോ ഫസ്റ്റ് വി ലുക്ക് ഓൺ ടു ആക്റ്റീവ് എലമെൻറ്റ്സ്. ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ആണ്. Generators, op-amp, transistors are different examples for active elements. Here I am taking voltage source and current source. Voltage source and current source ആണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ മെയിൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഡീൽ ചെയ്യുന്ന രണ്ട് ആക്റ്റീവ് എലമെൻറ്റ്സ്. ആക്റ്റീവ് എലമെൻറ്റ്സിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലെറ്റ് ദിസ് ബി ദ സോഴ്സ്: ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആൻഡ് ഡിപെൻഡൻറ്റ് സോഴ്സ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആൻഡ് ഡിപെൻഡൻറ്റ് സോഴ്സ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം: വോൾട്ടേജ് സോഴ്സ്, current source. Voltage source and current source നമുക്ക് again classify ചെയ്യാം ideal and non-ideal. Now I will discuss only ideal case. Non-ideal case we will see later. In source transformation we can see the non-ideal case. Dependent source again classified into voltage controlled voltage source, current controlled voltage source, voltage controlled current source, current controlled current source. These are the four different classification of independent source. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് നോർമലി ഒരു സർക്കിളായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, വേറാസ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, വോൾട്ടേജ് സോഴ്സ് നോർമലി
plus or minus polarity വെച്ചിട്ടാണ് represent ചെയ്യുക, or we can use the symbol for battery. This is nothing but voltage source. Current source represent ചെയ്യുമ്പോൾ we will represent with an arrow. This is nothing but a current source. So voltage source identify ചെയ്യാനായിട്ട് polarity ചെക്ക് ചെയ്യുക, current source identify ചെയ്യാനായിട്ട് arrow ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഡിപ്പെൻഡൻറ്റ് സോഴ്സിൽ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് ഇറ്റ് ദിസ് ബി 1 2 3 4. ഫസ്റ്റ് വൺ, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ആസ് ഐ ഓൾറെഡി ടോൾ, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹിയർ ഐ എം ടെല്ലിങ് അബൌട്ട് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് മീൻസ് വി ഹാവ് ടു ഷോ ദി polarity. Okay, so this is voltage source. Voltage controlled means the source value depends on the voltage of any other element or any other circuit element or any other conductor part. Okay, voltage of any other circuit element. So I am representing roughly as K1 into V1. This V1 is the voltage across any other terminal conductor. Here current controlled voltage source. In current controlled voltage source means we have to show the polarity plus or minus. Current controlled means it must be multiplied with current passing through any other circuit element. Current passing through any other circuit element. Okay. And third case is voltage controlled current source. Current source means it must represent with an arrow. Voltage controlled means V3. Okay, V3. This is third case. And fourth one, current controlled current source. Current source means we have to represent with an arrow. Current controlled means current passing through any other element. This is the basic notation for different sources. This is independent. In most of the electric circuits we have come across this symbol. This is nothing but independent, and diamond shape means it is dependent source. That is, we can conclude this part. Independent source will not depend on any circuit parameters, whereas dependent source depends on some of the voltages or currents of the other circuit elements. That is about active elements. Okay, let's solve a simple question. Calculate the power supplied or absorbed by each element in the figure shown below. Here I have shown 4 circuit elements. This is a voltage source, independent. Circle means independent. This is a dependent current source, current controlled current source. See the value of this variable. This is nothing but I is the current passing through another circuit element or another circuit part. Okay, so we have to calculate P1, P2, P3 and this is P4. We have to calculate these values. So let's start with the first one, P1. P1 equal to, power is nothing but product of voltage across the circuit element into the current passing through it. Here V is nothing but 20 volt into I is nothing but 5. But as I have already discussed in the power section, we have to take care of the sign, passive sign convention, where I have already said if current is leaving through the positive polarity, current is leaving through it, when we will take power as minus VI, and if current is entering through the positive polarity, then we will take P as VI or absorbed. Here it is supplied. Okay, with this
concept we are moving forward. So here 20 into 5, look, this is nothing but the positive polarity, my negative polarity. Current is leaving through this terminal. Leaving means supplied. So here power is supplied. So we have to put a negative sign. Minus 100 watt supplied power. Supplied power. Okay, then what is P2? P2 equal to V into I, that is nothing but they have given 12 volt in the 12 into I is nothing but 5 ampere. Here current is entering to the positive terminal. Current is entering to positive terminal means P equal to plus VI, that is absorbed power. 60 watt absorbed power. Next P3 equal to VI. P3 voltage across the circuit element is 8 and current is entering to the positive terminal, that means positive value 6 amperes plus. Okay, 48 watt absorbed power. Next is P4. P4 is nothing but voltage across this current controlled current source. See, the current controlled current source is connected to the common terminal of this element. So we can take the polarity as plus or minus here, and current is leaving through the, see the direction of current upward means current is leaving through the positive terminal. Leaving through the positive terminal means we have to consider negative sign. 0.2 into I, here I is nothing but what, 5 ampere, that is 1 ampere. 1 into voltage is what, 8 volt. Current control current source is connected across the same circuit element whose terminal voltage is 8 volt. So here also we have to apply 8 volt, which is nothing but minus 8 watt supplied power. Question P1, P2, P3 and P4 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. പവർ എടുത്ത സമയത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് പവർ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് സിഗ്മ പി മസ്റ്റ് ബി ഈക്വൽ ടു 0 ഓർ സപ്ലൈഡ് പവർ ഷുഡ് ബി ഈക്വൽ ടു അബ്സോർബ്ഡ് പവർ. ഹിയർ supplied power is nothing but P1 plus P4 which is equal to minus 100 minus 8 minus 108 watt. And what is absorbed power? Absorbed power is equal to P3 plus P2 which is equal to 60, 48, 108 watt. So sigma P equal to P1 plus P2 plus P3 plus P4 equal to 108 minus 108 which is equal to 0. The net power will be algebraic sum of power equal to 0, or in other words we can say absorbed power must be equal to supplied power. Okay, so here we have verified law of conservation of power also, right? Next, passive elements endha nokam. One of the example for passive element is nothing but a resistor. Okay, let's start with
resistor or resistance, right? What is resistance? Resistance is nothing but ability to resist the flow of current. കറൻറ്റിൻ്റെ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ റെസിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് നോ resistance is directly proportional to the length of the conductor and inversely proportional to the area of cross section. Let this be the conductor. L is the length of the conductor. A is nothing but the area of cross section. Okay, here I am replacing the proportionality with rho, which is nothing but resistivity of the conductor. And resistivity is depends on the nature of material. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ് കണ്ടക്ടർ മാറുന്നതിനനുസരിച്ച് വാല്യൂം ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കോപ്പർ ആൻഡ് അലുമിനിയം ആർ എക്സാമ്പിൾസ് ഫോർ ഗുഡ് കണ്ടക്ടേഴ്സ്. ഗുഡ് കണ്ടക്ടർ ആയതുകൊണ്ട് നോർമലി ദ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി വെരി ലോ ആയിരിക്കും, ലോ റെസിസ്റ്റിവിറ്റി ആണ്. വേറാസ് മൈക്ക ആൻഡ് പേപ്പർ ആർ എക്സാമ്പിൾസ് ഫോർ insulator. Since it is an insulator, it offers very good resistance to the flow of current. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റർ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? റോ ഈസ് നത്തിങ് ബട്ട് ആർ ഇൻറ്റു എ ബൈ എൽ. യൂണിറ്റ് ഓഫ് ആർ ഈസ് നത്തിങ് ബട്ട് ഓം, area meter square, length meter, which is nothing but ohm meter. Unit of resistivity is nothing but ohm meter. Okay, and we know Simon Ohm is a scientist who introduced a relationship between voltage across a circuit, any two, not a circuit element, any two terminals of a conductor and current passing through it for a resistor, which is nothing but the ratio of potential difference between any two terminals of a conductor and current passing through is equal to a constant, which is nothing but resistance. Okay, provided the temperature of the conductor must be constant, or the temperature change ചെയ്യാനായിട്ട് പാടില്ല. This is nothing but Ohm's law. So what is Ohm's law? Ohm's law states that potential difference between any two terminals of a conductor and the current passing through is equal to resistance of the conductor, provided the temperature of the conductor is constant or it must not change. Okay, and the resistors which obey Ohm's law is nothing but linear resistor, and resistor which does not obey Ohm's law is nothing but non-linear resistor. And in this basic electrical engineering, we won't study non-linear resistor, and all the resistors we are dealing with is nothing but linear resistor. Okay, and the value of resistance R can be range from 0 to infinity. So if we take the extreme values 0 and infinity, suppose I take the value of resistance as 0. The value of resistance as 0 means a conductor is not offering any resistance, or what it is means,
V is equal to, from this equation we can write V is equal to I into R, or V equal to 0 if we substitute R equal to 0. This condition is called short circuit. So, in short circuit, resistance in the value 0 ആയിരിക്കും, voltage in the value 0 ആയിരിക്കും, but current can take any values. Okay. And the second case is R is equal to infinity, or we can say the value approaching to infinity, or the value approaches to 0. With this equation, what is I? I is equal to V by R, or if R tends to value, we can apply the limit R tends to infinity, V by R is equal to 0, which is nothing but current I, right? This condition is called open circuit. Here R is equal to infinity, the resistance in the value infinity ആയിരിക്കും, current in the value 0 ആയിരിക്കും, but voltage can take any values. Okay, this is nothing but open circuit condition and short circuit condition. Here it offers the infinite resistance to the flow of current, that is current can't flow through the conductor. Current in infinite resistance offer in the path code pass ചെയ്യാൻ പറ്റില്ല, that means I will be 0. Okay, these are the two conditions, and I have already told about linear resistor. ഒരു linear resistor Ohm's law obey ചെയ്യും. So if we draw the VI characteristics of a resistor, VI characteristics is nothing but if we draw a graph with V on y axis and I on x axis, we will get a straight line passing through origin. This is nothing but this equation shows, and if we take the slope of this straight line, we know slope m is equal to y by x. Here y is nothing but voltage, x is nothing but current I, which is nothing but resistance resistance R. So the slope of this straight line is nothing but resistance R. This is the VI characteristics of a resistor, VI characteristics of a resistor. And if we take the reciprocal of resistance, we will get conductance G. So conductance G can be defined as the ability to conduct electricity. Ability to conduct electricity is nothing but conductance. Ability to resist the flow of current is nothing but resistance. Conductance G can be defined as reciprocal of resistance, or we can say I by V. Its unit is nothing but ampere divided by volt. And normally we won't use this unit, and it is nothing but a Siemens. We often use ampere per volt. In most of the textbooks they may be following Siemens. So 1 Siemens is nothing but 1 ampere per volt, right? 1 ampere per volt. And we know power dissipated. Now we have to know power dissipated across a resistor, and we have the formula P is equal to VI. P is equal to VI, and if I substitute the values, V into I is nothing but
V by R, or we can say V square by R, right? And if I substitute instead of V square by R, and if I substitute for V is nothing but IR. V is nothing but IR into I, that is equal to I square R. In terms of conductance, we can say P is equal to 1 by R is nothing but G, which is equal to I square by G. Okay, so this is nothing but the power dissipated across a resistor. Power dissipated across a resistor. From this equation, we can note down 2 points. What are they? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് power dissipated across resistor is a non-linear function of resistor, non-linear function of a voltage or current. Power dissipated as a non-linear function. ഒരു ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ക്വയർ ടേംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആ വേരിയബിളിൻ്റെ പവർ 1 ആയിരിക്കും. പക്ഷേ ഇവിടെ വോൾട്ടേജിൻ്റെ പവർ 2 ആണ്, കറൻറ്റിൻ്റെ പവറും 2 ആണ്. അതായത് പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ഫങ്ഷൻ ഓഫ് വോൾട്ടേജ് ഓർ കറൻറ്റ് ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് power is always positive. Here look, V and I square terms. Square means it is always a positive quantity, and resistance and conductance R and G always positive, and this means that power is always positive or absorbed power. Absorbed power, that is, this is a passive element. This is a confirmation to our concept we have already told. Power is always positive, and resistor cannot generate energy. It always absorbs or consumes energy, right? So let's do 3 problems. Very simple, right? Let's start with the first question. An electric iron draws 2 ampere at 120 volt. Find its resistance. Direct formula: R is equal to V by I. V is nothing but 120. Current is 2, which is nothing but 60 ohm. Okay, first question over. Let's see the second question. In this circuit shown in the figure, calculate the current I, conductance G, and the power P. Okay, here the voltage is given as 30 volt, and this is nothing but plus or minus V. Since consider the terminals 1 and 2, the voltage source and the resistor both are connected across the same terminal, which means the 30 volt, this 30 volt will appear across this resistor also, which means V equal to 30 volt, and we have to find I. By Ohm's law we know I is nothing but V by R, 30 by 5 kilo ohm, which is nothing but 6 milliampere. And next we have to find conductance G. G is nothing but reciprocal of resistance. Resistance is nothing but 5 kilo ohm, which is equal to 0.2 millisiemens, right?
Next, power. P is equal to V into I. V is equal to 30. I is nothing but 6 milliampere, which is equal to 180 milliwatts. Just check the other formulas also whether we will get the right same answer or not. V square 30 square, R is nothing but 5 kilo ohm. This is equal to 180 milliwatt again, or we can apply the other formula, I square R. I is equal to 6 into 10 power minus 3 whole square into resistor is 5 kilo ohm. Okay, 180 milliwatt again. Do it in your calculator and just verify whether these three formulas will give the right same answer or not. Okay, ഓംസ് ലോയിൽ നിന്ന് 2 പ്രോബ്ലംസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്കമിങ് സെക്ഷനിൽ നമ്മൾ KCL ഉം KVL എടുക്കുമ്പോൾ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ചെയ്യും. അതിലും നമ്മൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടുഡേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.